നിങ്ങൾ വാർത്ത വായിച്ചിരിക്കാൻ, അതായത് മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരകൻ LET ലഷ്കർ-ഇ തൊയ്ബയുടെ ഫൗണ്ടർ ഹഫീസ് സയ്യിദ്, അദ്ദേഹം ക്ലർജിയാണ്. അതിനേക്കാളുപരി വലിയ വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ക തീവ്രവാദി. അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഇന്നലെ ഇന്നുമായിട്ട് പല പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അയാളുടെ ഫോട്ടോ വെച്ച് വാർത്ത വരുന്നുണ്ട്. അയാളുടെ നെഫ്യൂ റഹ്മുള്ള, അയാളെ പറയുന്നത് അബു കറ്റാൽ എന്നാണ് പറയുന്നത്. അയാളും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് അന്വേഷണമൊക്കെ നടത്തി. മനസ്സിലാക്കാൻ സാധിച്ചത് അബു ഖറ്റൽ അയാൾ കൊല്ലപ്പെട്ടു. ഹഫീസ് സെയ്ദ് ഇപ്പോഴും ലാഹോറിൽ സെൻട്രൽ ജയിലിൽ അയാൾ അവിടെ താമസിക്കുകയാണ്. കാരണം സെൻട്രൽ ജയിലിൽ താമസിക്കാൻ 2-3 ഉദ്ദേശമുണ്ട്. അത് ഒന്നാമത്തെ ഉദ്ദേശം, അവർക്കറിയാം ഇയാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അജ്ഞാതൻ ഇയാളെ തട്ടും. അതുകൊണ്ട് സേഫായിട്ട് ഈ ലാഹോർ ജയിലിനകത്ത് കിടക്കുക. ഇയാളെ പല ആവർത്തി പാകിസ്ഥാൻ ഗവൺമെൻറ്, അവിടുത്തെ കോർട്ടൊക്കെ ഇയാളെ വിട്ടതാണ്. പക്ഷേ ഇൻ്റർനാഷണൽ പ്രഷറും ഇന്ത്യയുടെ പ്രഷറും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ വീണ്ടും പിടിച്ചകത്തിട്ടേക്കുവാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അറിയാം ഇയാളെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇട്ട് ഇയാളെ തട്ടും.